എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നുള്ള നമ്മുടെ മൊഡ്യൂളിലെ അവസാന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ള ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഈ 2ാം അധ്യായമായ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. ഇതിൽ ഒരുപാട് സൂത്രവാക്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. നമുക്ക് സൂത്രവാക്യങ്ങൾ കാര്യമായിട്ട് PSCക്ക് കൂടുതൽ ചോദിക്കാറില്ലെങ്കിലും പക്ഷേ ചില സമയങ്ങളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ലെവൽ ഒന്നും കൂടി ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനത്തെ സൂത്രവാക്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒരു മാർക്ക് പോലും നമ്മളെ റാങ്കുകൾ മാറ്റിമറിക്കാൻ ഉതകുന്ന മാർക്കാണ്. അപ്പോൾ നമുക്ക് ഒരു മാർക്ക് അഡീഷണൽ എങ്ങനെ സ്കോർ ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ നന്നായിട്ടൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. കെമിസ്ട്രിയിലെ 2ാമത്തെ അധ്യായമാണ് 10ാം ക്ലാസ്സിലെ. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഈ നമ്മളെ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള മൊഡ്യൂൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി കഴിയും. നാളെ നമുക്ക് മറ്റൊരു മൊഡ്യൂളുമായി പുതിയ വീഡിയോയുമായി കാണാം. മറ്റൊരു മൊഡ്യൂളിൽ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ചാപ്റ്ററിൻ്റെ ഇവിടെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട്. 1 മോൾ സമം 6.022 ഇൻറ്റു 10⁻23. 1 മോൾ സമം 6.022 ഇൻറ്റു 10⁻23. ശരിക്കും ഈ നമ്പറിനെ പറയുന്ന പേരാണ് അവഗാഡോ നമ്പർ എന്നാണ് ഈ ഒരു നമ്പറിനെ പറയുന്നത്. അത് നമുക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അത് നമുക്കപ്പോൾ പഠിക്കാം. പിന്നെ GAM ഗ്രാം ആറ്റോമിക മാസ്, അതേപോലെ 22.4 ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളതാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ പാട്ടെത്തുമ്പോൾ അത് പഠിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് വളരെയധികം സവിശേഷതകളുണ്ട്. അപ്പോൾ ഖരം, ദ്രാവകം എന്നിവയെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വാതകങ്ങൾ എടുക്കുകയാണെങ്കിൽ വാതകങ്ങൾക്ക് വളരെയധികം സവിശേഷതകളുണ്ട്. ധാരാളം മൂലകങ്ങളും സംയുക്തങ്ങളും വാതകാവസ്ഥയിൽ കാണപ്പെടുന്നു. അപ്പോൾ കൂടുതൽ മൂലകങ്ങളും സംയുക്തങ്ങളൊക്കെ വാതകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി വാതകങ്ങളെ പറ്റിയുള്ള ചില പ്രസ്താവനകൾ നോക്കാം. വാതകങ്ങളുടെ സവിശേഷതകളെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ബുള്ളറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് ശ്രദ്ധിക്കുക. സയൻസ് മോഡുകളിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ കണ്ടില്ല, പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ വാതകങ്ങളെ പറ്റിയുള്ള ചില പ്രസ്താവനകൾ, വാതകത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മമായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മമായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രമരഹിതമായ ഈ ചലനത്തിൻ്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തികളിലും ചെന്നിടിക്കുന്നു. ഇതിൻ്റെ ഫലമായി വാതകമർദ്ദം അനുഭവപ്പെടുന്നത്. അപ്പോൾ വാതകമർദ്ദം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ക്രമരഹിതമായി തന്മാത്രകൾ ഇങ്ങനെ ചലിക്കുമ്പോൾ പരസ്പരം കൂട്ടിയിടിക്കും. അതുപോലെ വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തികളിലും ചെന്നിടിക്കും. അപ്പോൾ ഈ ചെന്നിടിക്കലിൻ്റെ ഫലമായിട്ടാണ് വാതകമർദ്ദം അനുഭവപ്പെടുന്നത്. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തികത സ്വഭാവമുള്ളതായതിനാൽ ഊർജം നഷ്ടപ്പെടുന്നില്ല. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തികത സ്വഭാവമുള്ളതിനാൽ
എന്ത് ചെയ്യും? ഊർജ്ജ നഷ്ടം ഒരിക്കലും സംഭവിക്കുന്നില്ല. അടുത്ത പോയിൻ്റാണ് വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളുടെ പാത്രത്തിൻ്റെ ഭിത്തിയും തമ്മിലും ആകർഷണം തീരെ ഇല്ല. വാതക തന്മാത്രകൾ തമ്മിൽ, അതുപോലെ ആ തന്മാത്രകൾ നിറച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ഭിത്തിയും തമ്മിൽ ആകർഷണം തീരെ ഇല്ല. ഇനി താഴെ ഒരു പട്ടിക ഉണ്ട്. അപ്പോൾ പട്ടിക നമുക്ക് പൂരിപ്പിക്കാനാണ്. പട്ടിക നോക്കാം. വാതക തന്മാത്രകളുടെ ഊർജ്ജം എന്താണ്? വളരെ കൂടുതലാണ്. തന്മാത്രകൾ തമ്മിലുള്ള അകലോ അതും കൂടുതലാണ്. അത് നമ്മൾ നേരത്തെ ഈ മൊഡ്യൂളിലെ ആദ്യ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. വാതകാവസ്ഥയിലാവുമ്പോൾ ഈ കണികകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുമെന്നുള്ളത്. ഈ തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യമോ അതും കൂടുതലാണ്. അവസ്ഥയേക്കാൾ വാതകാവസ്ഥയിലെത്തുമ്പോൾ തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം കൂടും. അതും നമ്മൾ ഈ മൊഡ്യൂളിലെ ആദ്യ വീഡിയോയിൽ പഠിച്ചതാണ്. ഇനി തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അത് കുറയും. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയും. ഖരാവസ്ഥയിലാകുമ്പോൾ ആകർഷണ ബലം കൂടും, വാതകാവസ്ഥയിലാകുമ്പോൾ ആകർഷണ ബലം കുറയും. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു കോളം. ഒന്ന് ശ്രദ്ധിച്ചാൽ പോയിൻ്റുകൾ. വാതക തന്മാത്രകളുടെ ഊർജ്ജം കൂടുതലാണ്, തന്മാത്രകൾ തമ്മിലുള്ള അകലവും കൂടുതലാണ്, തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്, എന്നാൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറവാണ്. ഈ പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതാണ് വാതകത്തിൻ്റെ വ്യാപ്തം. എന്താണ് വാതകത്തിൻ്റെ വ്യാപ്തം? വാതകത്തിൻ്റെ വ്യാപ്തം എന്താണ്? ഒരു പദാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. എന്താണ് വ്യാപ്തം? അല്ലെങ്കിൽ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാനാവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാനാവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. 1 ലിറ്റർ ദ്രാവകം ഏത് വലിപ്പത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയാലും അതിൻ്റെ വ്യാപ്തത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ദ്രാവകമാണെങ്കിൽ 1 ലിറ്റർ ദ്രാവകം ഏത് ഷേപ്പിലുള്ള പാത്രം, എത്ര വലിയ പാത്രത്തിലേക്ക് മാറ്റിയാലും അതിൻ്റെ വ്യാപ്തത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. എന്നാൽ 1 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വെച്ചിരിക്കുന്ന ഒരു വാതകം 5 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റിയാൽ എന്താ സംഭവിക്കുക? അപ്പോൾ അതിൻ്റെ വ്യാപ്തം മാറുന്നു. 1 ലിറ്ററിൽ വെക്കുമ്പോൾ ആ 1 ലിറ്ററാണ് അതിൻ്റെ വ്യാപ്തമെങ്കിൽ 5 ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ അത് 5 ലിറ്ററായിട്ട് ഉയരും. അപ്പോൾ അതാണ് വാതകങ്ങളുടെ പ്രത്യേകത. ദ്രാവകമാണെങ്കിൽ ആ സെയിം അവസ്ഥയിൽ തന്നെ നിലനിൽക്കും. എന്നാൽ വാതകമാണെങ്കിൽ എന്ത് ചെയ്യും? ആ പാത്രത്തിനനുസരിച്ച് മാറും. അതാണ് ഇവിടെ പോയിൻ്റായി തന്നിട്ടുള്ളത്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. ഇപ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം എപ്പോഴും അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. 1 ലിറ്ററിൻ്റെ ഇതിലാണെങ്കിൽ അത് 1 ലിറ്റർ ആയിരിക്കും. ഇനി നമുക്കത് 5 ലിറ്ററിൻ്റെ ആണെങ്കിൽ 5 ലിറ്റർ ആയിരിക്കും. 10 ലിറ്ററിലെ വാതകം നിറച്ച് വെച്ചാൽ 10 ലിറ്റർ ആയിരിക്കും. അപ്പോൾ നിറക്കുന്ന അല്ലെങ്കിൽ ആ ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും ഒരു വാതകത്തിൻ്റെ വ്യാപ്തം. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്നത് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. ഇനി വാതകത്തിൻ്റെ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. 1 യൂണിറ്റ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ വ്യാപ്തം തന്നെയാണ്. അപ്പോൾ 1 യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. 1 യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഇനി യൂണിറ്റ് പരപ്പളവിലെ ബലം സമം, അതായത് മർദ്ദം കാണാനുള്ളതാണ് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ മർദ്ദം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അല്ലെങ്കിൽ യൂണിറ്റ് പരപ്പളവിൽ 1 യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ മർദ്ദം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? യൂണിറ്റ് പരപ്പളവിലെ ബലം സമം പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ്. 1 യൂണിറ്റ് പരപ്പളവിലെ ബലമാണ് മർദ്ദം എന്ന് പറഞ്ഞു. അപ്പോൾ മർദ്ദം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം. ആ പ്രതലത്തിൽ എത്ര ബലമാണ് പ്രയോഗിച്ചത് ആ മൊത്തം ബലത്തിനെ ആ പ്രതലത്തിൻ്റെ പരപ്പളവ് കൊണ്ട് ഹരിച്ചാലാണ്
അതിലെത്ര മർദ്ദം പ്രയോഗിച്ചു എന്ന് നമുക്ക് ലഭിക്കുക. ഇത് ഒന്നാമത്തെ ഇക്വേഷനാണ്. ഇതുപോലെ ഒരുപാട് ഇക്വേഷൻ വരുന്നൊരു ചാപ്റ്ററാണിത്. അപ്പോൾ എല്ലാതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറഞ്ഞു. ഇനി അത് കണ്ടെത്താനുള്ള സൂത്രവാക്യവും പറഞ്ഞു. അടുത്തതാണ് താപനില. വാതകത്തിലെ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? ചലനം മൂലം തന്മാത്രകൾക്ക് ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണോ അതോ ഗതികോർജ്ജമാണോ? ഗതികോർജ്ജമാണ്. ഗതികോർജ്ജമാണ് ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. അപ്പോൾ താപനില എന്ന് പറഞ്ഞാൽ എന്താണ്? താപനില എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. ഈ ഗതികോർജ്ജം എന്താണ്? ആ പദാർത്ഥം ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഈ ചലനം എങ്ങനെ ഉണ്ടാകുക? ഒന്നല്ലെങ്കിൽ ചൂടാക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ ചലനം മൂലമുണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഇനി വ്യാപ്തവും മർദ്ദവും. ഇതൊരു പരീക്ഷണമാണ് തന്നിട്ടുള്ളത്. ഈ വ്യാപ്തവും മർദ്ദവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിനുള്ള ഒരു പരീക്ഷണമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ഇനി ഒരു പ്രധാന പോയിൻ്റാണ് വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിലാണ്. ഈ ബന്ധം ബോയിൽ നിയമം എന്നറിയപ്പെടുന്നു. എന്താണ് ബോയിൽ നിയമം? വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ് ബോയിൽ നിയമം. ബോയിൽ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? റോബർട്ട് ബോയിലാണ്. ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിലാണ് ബോയിൽ നിയമം ആവിഷ്കരിച്ചത്. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിലാണ്. ഇതാണ് ബോയിൽ നിയമം എന്നറിയപ്പെടുന്നത്. റോബർട്ട് ബോയിൽ നിയമം, ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ. വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധമാണ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് റോബർട്ട് ബോയിൽ നിയമം ആവിഷ്കരിച്ചത്. ഇനി അതിനെക്കുറിച്ച് പറയാണ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ, അതായത് നമ്മൾ കൊടുക്കുന്ന താപം സ്ഥിരമായിരിക്കുമ്പോൾ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. താപനില ഒരേ തുല്യതയിൽ നിൽക്കുമ്പോൾ, അതായത് സ്ഥിരമായി നിൽക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും എന്തായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും. ഓപ്പോസിറ്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മർദ്ദം പി എന്നും വ്യാപ്തം വി എന്നും സൂചിപ്പിച്ചാൽ പി ഇൻറ്റു വി ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. അപ്പോൾ ബോയിൽ നിയമം എന്താണ്? പി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. അപ്പോൾ മർദ്ദവും വ്യാപ്തവും, അതായത് സ്ഥിരമായ ഒരു താപനിലയിൽ ഇരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ മർദ്ദം പി എന്നും നമുക്ക് വ്യാപ്തത്തെ വി എന്നും സൂചിപ്പിച്ചാൽ എന്താണ്? പി ഇൻറ്റു വി എന്നുള്ളത് ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഒന്നുകൂടിയും പറയാം. താപനില സ്ഥിരമായിരിക്കുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. അതിൽ നമ്മൾ വ്യാപ്തത്തെ പി എന്നും മർദ്ദത്തെ പി എന്നും വ്യാപ്തത്തെ വി എന്നും സൂചിപ്പിച്ചാൽ പി ഇൻറ്റു വി, വ്യാപ്തം ഇൻറ്റു മർദ്ദം അല്ലെങ്കിൽ മർദ്ദം ഇൻറ്റു വ്യാപ്തം എന്നുള്ളത് എന്തായിരിക്കും? ഒരു സ്ഥിര സംഖ്യയായിരിക്കും. കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. വ്യാപ്തവും താപനിലയും. അപ്പോൾ നമ്മൾ എന്താണ്? ബോയിൽ നിയമം പറഞ്ഞു, റോബർട്ട് ബോയിൽ പറഞ്ഞു. അപ്പോൾ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള
പിന്നെ ഒരേ നമ്മൾ പറഞ്ഞു വിപരീത അനുപാതത്തിലായിരിക്കും. ഏത് സാഹചര്യത്തിൽ? താപനില സ്ഥിരമായിരിക്കുമ്പോൾ പി ഇൻറ്റു വി എന്നുള്ളത് സ്ഥിരസംഖ്യയായിരിക്കും. ഇനി വ്യാപ്തവും താപനിലയും കാണാനാണ്. അതിനും ഇതുപോലെ നമുക്ക് ഇവിടെ ഓരോ പരീക്ഷണം ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഓരോ കാര്യങ്ങളാണ്. പിന്നെ ചൂടുവെള്ളത്തിൽ മുക്കി നോക്കാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇനി അതിൻ്റെ ഓരോ വ്യാപ്തം തന്നിട്ടുണ്ട്, താപനില കെൽവിൻ സ്കെയിൽ തന്നിട്ടുണ്ട്, V/T എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഒരു സ്ഥിരസംഖ്യയാണല്ലോ. P ഇൻറ്റു വി ആണ്, ഇത് V/T ആണ്, അതും സ്ഥിരസംഖ്യയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ബോയിൽ നിയമം പറഞ്ഞു, P ഇൻറ്റു വി എന്നുള്ളത് പറഞ്ഞു, മർദ്ദം ഇൻറ്റു വ്യാപ്തം എന്ന് പറഞ്ഞു, വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ വ്യാപ്തവും താപനിലയാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ നൽകിയത് ജാക്വസ് ചാൾസ് ആണ്. അപ്പോൾ ഇതിന് പറയുന്നതാണ് ചാൾസ് നിയമം. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്വസ് ചാൾസ് ആണ്. ഈ നിയമം ചാൾസ് നിയമം എന്നറിയപ്പെടുന്നു. ഇപ്പോൾ റോബർട്ട് ബോയിൽ ഏത് ശാസ്ത്രജ്ഞനാണ്? ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അതിനെ എന്ത് പറയും? ബോയിൽ നിയമം എന്ന് പറയും. അതിലെന്താണ് നമ്മൾ ഇതാക്കിയത്? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് ജാക്വസ് ചാൾസ് ആണ്. ഇതാണ് ചാൾസ് നിയമം എന്നറിയപ്പെടുന്നത്. ജാക്വസ് ചാൾസ് ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്വസ് ചാൾസ് ആണ് ചാൾസ് നിയമം ആവിഷ്കരിച്ചത്. ചാൾസ് നിയമത്തിൽ പറയുന്നത് താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ ബോയിൽ നിയമത്തിലാണെങ്കിൽ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ ചാൾസ് നിയമത്തിലാണെങ്കിൽ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. ജാക്വസ് ചാൾസ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണെങ്കിൽ റോബർട്ട് ബോയിൽ ഒരു എന്ത് ശാസ്ത്രജ്ഞനാണ്? ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലെ താപനിലക്ക് നേർ അനുപാതത്തിലായിരിക്കും. നമ്മൾ ബോയിൽ നിയമത്തിൽ എന്താണ് പറഞ്ഞത്? താപം സ്ഥിരമായിരിക്കുമ്പോൾ അതിൻ്റെ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ. അവിടെ ബോയിൽ നിയമത്തിൽ താപമാണ് സ്ഥിരമായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്താണ്? മർദ്ദമാണ് സ്ഥിരമായിരിക്കുന്നത്. ചാൾസ് നിയമത്തിൽ മർദ്ദമാണ് സ്ഥിരമായിരിക്കുന്നത്. ചാൾസ് നിയമത്തിൽ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിൻ്റെ താപനിലക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇവിടെയും നേർ അനുപാതത്തിലാണ്, അവിടെയും അവിടെ വിപരീത അനുപാതത്തിലാണ്, ഇവിടെ നേർ അനുപാതത്തിലാണ്. അവിടെ നമ്മൾ P ഇൻറ്റു വി എന്ന് പഠിച്ചു റോബർട്ട് ബോയിലിൻ്റെ ബോയിൽ നിയമത്തിൽ. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് V/T ആണ്. അപ്പോൾ രണ്ടും സ്ഥിരസംഖ്യയാണ്. P ഇൻറ്റു വി ആണെങ്കിലും V/T ആണെങ്കിലും ഒക്കെ സ്ഥിരസംഖ്യയാണ് വരിക. പക്ഷേ നമ്മൾ ചാൾസ് നിയമത്തിൽ അതായത് വ്യാപ്തവും താപനിലയും എന്തായിരിക്കും? നേർ അനുപാതത്തിലായിരിക്കും. ഓക്കെ, ഒന്നും കൂടി പറയാം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലക്ക് നേർ അനുപാതത്തിലായിരിക്കും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലക്ക് നേർ അനുപാതത്തിലായിരിക്കും. വ്യാപ്തം V എന്നും താപനില T എന്നും സൂചിപ്പിച്ചാൽ V/T ഒരു സ്ഥിരം സംഖ്യയായിരിക്കും. അപ്പോൾ നമ്മൾ വ്യാപ്തത്തെ അവിടെയും V തന്നെയാണ് എടുത്തത്. താപനില എന്നുള്ളത് ടെമ്പറേച്ചർ T എന്നും എടുത്താൽ V/T എന്തായിരിക്കും? ഒരു സ്ഥിരം സംഖ്യയായിരിക്കും. അവിടെ നമ്മൾ P ഇൻറ്റു വി ആണ് പറഞ്ഞത്. മർദ്ദം ഇൻറ്റു വ്യാപ്തം, മർദ്ദം അഥവാ പ്രഷർ ഇൻറ്റു വ്യാപ്തം. അപ്പോൾ അതെന്തായിരിക്കും? അതും ഇതേപോലെ സ്ഥിരസംഖ്യയായിരിക്കും. ഇവിടെ V/T എന്നുള്ളത് സ്ഥിരസംഖ്യയായിരിക്കും. ഇതിൻ്റെതാണ് നമുക്കിവിടെ ടേബിളിൽ കാണിച്ചു തന്നിട്ടുള്ളത്. വ്യാപ്തം, കെൽവിൻ സ്കെയില്, താപനില. V/T എന്നുള്ളതൊക്കെ എന്താണ്? 2 ആണ്. സ്ഥിരസംഖ്യ 2 ആണ് എല്ലാത്തിലും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ചാൾസ് നിയമം. വ്യാപ്തം V എന്നും T എന്നും താപനില T എന്നും സൂചിപ്പിച്ചാൽ V/T ഒരു സ്ഥിരം സംഖ്യ ആയിരിക്കും. മർദ്ദം സ്ഥിരമാകുമ്പോൾ ഒരു നിശ്ചിത വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇനി വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും.
ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തി ഇതിൻ്റെ ബന്ധം കണ്ടെത്തിയത് ആരാണ്? ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അമേഡിയോ അവഗാഡ്രോ ആണ്. അമേഡിയോ അവഗാഡ്രോ ആണ് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തിയത്, അതിൽ കണ്ടെത്തലുകൾ നടത്തിയത്. ഈ നിയമത്തെ എന്ത് പറയുന്നു? ഇദ്ദേഹം ഉണ്ടാക്കിയ നിയമത്തെ അവഗാഡ്രോ നിയമം എന്നറിയപ്പെടുന്നു. അവഗാഡ്രോ നിയമം. അപ്പോൾ അവഗാഡ്രോ നിയമത്തിൽ എന്താണ്? വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവുമാണ്. ഒന്നും കൂടിയും പറയാം. റോബർട്ട് ബോയിൽ, ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിൽ കണ്ടെത്തിയ ബോയിൽ നിയമത്തിൽ എന്തൊക്കെയാണ് ബന്ധങ്ങൾ? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. അതേപോലെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്വസ് ചാൾസിൻ്റെ ചാൾസ് നിയമത്തിൽ എന്തൊക്കെയാണ്? അവിടെ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അമേഡിയോ അവഗാഡ്രോയുടെ അവഗാഡ്രോ നിയമത്തിൽ എന്താണ്? വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം എന്തായിരിക്കും? തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. താപവും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് അവഗാഡ്രോ നിയമം. ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അവഗാഡ്രോ നിയമം. അവഗാഡ്രോയുടെ നിയമമാണ് അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. അമേഡിയോ അവഗാഡ്രോ, ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ. സൂക്ഷ്മകണികളുടെ എണ്ണം കണക്കാക്കുന്നത് എങ്ങനെ? ഇതിനനുസരിച്ച് അവഗാഡ്രോ നിയമം അനുസരിച്ച് അവഗാഡ്രോ എണ്ണം, സൂക്ഷ്മകണികളുടെ എണ്ണമൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അവഗാഡ്രോ നിയമം അനുസരിച്ച് താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? തന്മാത്രകളുടെ വലിപ്പം തീരെ ചെറുതാണ്. അപ്പോൾ അങ്ങനെ ഇനി ഉദാഹരണം പറയണ ബാങ്കിൽ നോട്ടുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ എണ്ണം കണക്കാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. തികച്ചും ഒരേപോലുള്ള കണങ്ങളാണെങ്കിൽ അവ കോടിക്കണക്കിന് ഉണ്ടെങ്കിൽ പോലും മാസ് അടിസ്ഥാനമാക്കി എണ്ണം കൃത്യമായി കണ്ടെത്താം. അതായത് ഒരേപോലുള്ള കണങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അവ കോടിക്കണക്കിനുണ്ടെങ്കിലും, എത്ര കോടി ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മാസ് അടിസ്ഥാനമാക്കിയിട്ട് എണ്ണം കൃത്യമായി കണ്ടെത്താം. ഒരേപോലത്തെ ഒരേ ഭാരമുള്ള അതാണെങ്കിൽ എത്ര കോടി ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? തൂക്കി നോക്കിയിട്ട് നമുക്കതിൻ്റെ എണ്ണം കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. തൂക്കി നോക്കി കിട്ടുന്ന മൊത്തം അളവിനെ ഒരെണ്ണത്തിൻ്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര എണ്ണാമെന്നുള്ളത് കിട്ടും, ഒരുപോലുള്ളതാണെങ്കിൽ. തികച്ചും ഒരേപോലുള്ള കണങ്ങളാണെങ്കിൽ അവ കോടിക്കണക്കിനുണ്ടെങ്കിൽ പോലും മാസ് അടിസ്ഥാനമാക്കി എണ്ണം കൃത്യമായിട്ട് കണ്ടെത്താം. ഇനി ചില മൂലകങ്ങളും അവയുടെ ആറ്റോമിക മാസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആറ്റോമിക മാസ് ഹൈഡ്രജൻ്റെ 1 ഹീലിയത്തിൻ്റെ 4, എന്നാൽ സോഡിയത്തിൻ്റെ 23. ആറ്റോമിക മാസാണ് ഹൈഡ്രജൻ 1, ഹീലിയം 4, സോഡിയം 23. മുകളിൽ തന്നിരിക്കുന്നത് സംഖ്യകൾ ആറ്റങ്ങളുടെ യഥാർത്ഥ മാസല്ല. ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കാനുള്ള രീതി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സൂക്ഷ്മകണികകളുടെ മാസ് കൃത്യമായി കണ്ടെത്തുന്നതിന് ആധുനിക സംവിധാനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മകണികകളുടെ മാസ് കൃത്യമായി കണ്ടെത്തുന്നതിന് ആധുനിക സംവിധാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.67 × 10⁻⁻24 ഗ്രാം ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? 1.67 × 10⁻⁻24 ഗ്രാം. എന്നാൽ ഇത് പ്രസ്താവിക്കുന്നത് ആപേക്ഷിക മാസ് രീതിയാണ് ഉപയോഗിച്ച് വരുന്നത്. എന്നാൽ ഇത് പ്രസ്താവിക്കുന്നതിന് ആപേക്ഷിക മാസ് രീതിയാണ് ഉപയോഗിച്ച് വരുന്നത്. സൂക്ഷ്മകണികളുടെ മാസ് നമ്മൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. പിന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻⁻24 ഗ്രാം. അപ്പോൾ ഇങ്ങനെ പ്രസ്താവിക്കുന്നതിന് എന്ത് ചെയ്യാണ്? ആപേക്ഷിക മാസ് രീതിയാണ് ഉപയോഗിച്ച് വന്നിരുന്നത്. ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസവുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണെന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ്.
അപ്പോൾ ഈ രീതി എങ്ങനെയാണ്? ആപേക്ഷിക മാസ് രീതി എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസുമായിട്ട് താരതമ്യം ചെയ്തത് അതിൻ്റെ എത്ര മടങ്ങാണ് എന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക മാസ് രീതി. കാർബൺ 12 ആറ്റത്തിൽ മാസിൻ്റെ 12ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12ൽ നിന്നും ഒരു ഭാഗത്തെ യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. ഒരു മൂലകത്തിൻ്റെ വിവിധ ഐസോട്ടോപ്പുകളെ കൂടി പരിഗണിച്ച് ശരാശരി ആറ്റോമിക മാസ് കണക്കാക്കുമ്പോൾ പലപ്പോഴും ഭിന്നസംഖ്യകളായി വരാറുണ്ട്. എങ്കിലും പ്രായോഗിക ആവശ്യങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും വേണ്ടി ഇവയിൽ മിക്കതും പൂർണ്ണസംഖ്യകളായി പരിഗണിക്കുന്നു. ഇപ്പോൾ ഭിന്നസംഖ്യകൾ വന്നതൊക്കെ പൂർണ്ണസംഖ്യകളായിട്ട് പരിഗണിക്കാറുണ്ട്. ആറ്റങ്ങളുടെ എണ്ണം. കാർബൺ ഓക്സിജനിൽ ലയിച്ച് കാർബൺ ഓക്സൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം തന്നിരിക്കുന്നു. ഒരു കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റവും ലയിച്ചിട്ട് എന്താവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. 1000 കാർബൺ ആറ്റമുകൾ എത്ര ഓക്സിജൻ ആറ്റങ്ങളുമായി സംയോജിക്കുന്നു എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഇതിൽ കോടിക്കണക്കിന് ആറ്റങ്ങൾ സംയോജിച്ചാണ് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ എങ്ങനെയാണ് ആറ്റങ്ങളുടെ എണ്ണം കൃത്യമായി കണക്കാക്കാൻ കഴിയുക? തികച്ചും ഒരേപോലുള്ള കണങ്ങളാണെങ്കിൽ പദാർത്ഥത്തിനെ മാസ് അടിസ്ഥാനമാക്കി കണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരേ മാസാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടെങ്കിലും തൂക്കി നോക്കി നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. കാർബൺ, ഓക്സിജൻ ഇവയുടെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ അവയിലെ ആറ്റങ്ങളുടെ എണ്ണം ശാസ്ത്രീയ രീതിയിൽ കണ്ടെത്തി പട്ടികയിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ കാർബൺ എടുത്തിരിക്കുന്ന മാസ് 12 ഗ്രാമാണ്. 6.022 × 10⁻23 കാർബൺ ആറ്റങ്ങൾ. അപ്പോൾ 6.022 × 10⁻23 കാർബൺ ആറ്റങ്ങൾ. ഓലാണെങ്കിലോ 6.022 × 10⁻23 ഓക്സിജൻ ആറ്റങ്ങൾ. രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന കണങ്ങളുടെ എണ്ണം ഇതുപോലെ അടിസ്ഥാനത്തിൽ കൃത്യമാക്കി കണക്കാക്കാം. ഗ്രാം ആറ്റോമിക മാസ്. കാർബണിൻ്റെ ആറ്റോമിക മാസ് 12ഉം ഓക്സിജൻ്റെ 16ഉമാണ്. ഓരോ മൂലകവും അതിൻ്റെ മാസ് എത്രയാണോ അത്രയും ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. അവയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം തുല്യമായി കാണപ്പെടുന്നു. 12 ഗ്രാം കാർബണിന് 1 ഗ്രാം ആറ്റോമിക മാസ് കാർബൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ? ഓരോ മൂലകവും അതിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. അവയിൽ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായി കാണപ്പെടുന്നു. 12 ഗ്രാം കാർബണിനെ 1 ഗ്രാം ആറ്റോമിക മാസ് കാർബൺ എന്ന് വിളിക്കുന്നു. അതുപോലെ 16 ഗ്രാം ഓക്സിജനെ 1 ഗ്രാം ആറ്റോമിക മാസ് എന്നും വിളിക്കുന്നു. 1 ഗ്രാം മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാവണം അത്രയും ഗ്രാം ആ മൂലകത്തിൻ്റെ അതിൻ്റെ 1 ഗ്രാം ആറ്റോമിക മാസ് എന്ന് വിളിക്കുന്നു. ഇതിനെ 1 ഗ്രാം ആറ്റം എന്ന് ചുരുക്കി വിളിക്കാം. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ആ മൂലകത്തിൻ്റെ 1 ഗ്രാം ആറ്റോമിക മാസ് എന്ന് വിളിക്കുന്നു. ഇതിനെ 1 ഗ്രാം ആറ്റം എന്ന് ചുരുക്കി വിളിക്കാം. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിൻ്റെ അതിൻ്റെ 1 ഗ്രാം ആറ്റോമിക മാസ് എന്ന് വിളിക്കുന്നു. ഇതിനെ 1 ഗ്രാം ആറ്റം എന്ന് ചുരുക്കി വിളിക്കാം. അപ്പോൾ ഇതിനെയാണ് ഗ്രാം ആറ്റം എന്ന് ചുരുക്കി വിളിക്കുന്നത്. ഈ താഴെ കുറച്ച് പട്ടിക തന്നിട്ടാണ് ഉദാഹരണങ്ങൾ. കാർബൺ 12 ആറ്റോമിക മാസ് ഗ്രാമിലാണെങ്കിൽ 12 ഗ്രാം. ഗ്രാം ആറ്റോമിക മാസിലാണെങ്കിൽ എത്രയാണ്? ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23. ഇതിലെല്ലാ ആറ്റങ്ങളുടെ എണ്ണവും വരുന്നത് എന്താണ്? 6.022 × 10⁻23 എന്നാണ് വരുന്നത്. അപ്പോൾ 1 ഗ്രാം ആറ്റോമിക മാസ് കാർബൺ എന്നാൽ 12 ഗ്രാം കാർബണാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്?
6.022 10⁻23 ആണ്. മറ്റു മൂലകങ്ങളുടെയും 1 ഗ്രാം ആറ്റോമിക മാസ് എടുത്താൽ ആറ്റങ്ങളുടെ എണ്ണം ഇത്ര തന്നെ ആയിരിക്കും. 1 ഗ്രാം ആറ്റോമിക മാസ് കാർബൺ എന്നാൽ 12 ഗ്രാം കാർബണാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 10⁻23 ആണ് എന്ന് കാണാം. ഇത് മൂലകങ്ങളിലെ IgM എടുത്താൽ ആറ്റങ്ങളുടെ എണ്ണം ഇത്ര തന്നെ ആയി കുറയും. ആറ്റങ്ങളുടെ എണ്ണം കുറയും എന്ന് പറഞ്ഞു. 1 ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 10⁻23 ആയിരിക്കും. ഈ സംഖ്യ അവഗാഡോ സംഖ്യ എന്നറിയപ്പെടുന്നു. ഇതിന് Na എന്നും സൂചിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അവഗാഡോ സംഖ്യ അതാണ് 6.022 10⁻23. 1 ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6.022 10⁻23 ആയിരിക്കും. ഈ സംഖ്യ അവഗാഡോ സംഖ്യ എന്നറിയപ്പെടുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ Na എന്ന് സൂചിപ്പിക്കുന്നു. അവഗാഡോ സംഖ്യയെ Na എന്ന് സൂചിപ്പിക്കുന്നു. 1 ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എപ്പോഴും 6.022 10⁻23 ആയിരിക്കും. ഈ സംഖ്യയാണ് അവഗാഡോ സംഖ്യ എന്ന് പറയും. ഇനി അടുത്തൊരു സൂത്രവാക്യമാണ് ഗ്രാം ആറ്റോമിക മാസുകളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? തന്നിരിക്കുന്ന മാസ്, ഗ്രാമിൽ തന്നിരിക്കുന്ന മാസ് ബൈ മൂലകത്തിൻ്റെ ഗ്രാം ആറ്റോമിക മാസ്. ഗ്രാം ആറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടെത്താനുള്ള മാർഗ്ഗം എന്താണ്? അല്ലെങ്കിൽ അതിനുള്ള സൂത്രവാക്യം എന്താണ്? തന്നിരിക്കുന്ന മാസ് ബൈ മൂലകത്തിൻ്റെ ഗ്രാം ആറ്റോമിക മാസ്. തന്നിരിക്കുന്ന ഗ്യാസ് അതുപോലെ മൂലകത്തിൻ്റെ ഗ്രാം ആറ്റോമിക മാസ്. ഒരു മോൾ ആറ്റങ്ങൾ 1 ഗ്രാം ഹൈഡ്രജൻ എന്നത് 1 ഗ്രാം ആറ്റോമിക മാസ് ഹൈഡ്രജൻ ആണെന്നും ഇതിൽ 6.0223 10⁻23 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനെ നമ്മളൊരു മോൾ ഹൈഡ്രജൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് പറയും? മോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നു. 6.022 10⁻23 ആറ്റങ്ങളാണ് ഒരു ഗോൾ ആറ്റങ്ങളാകുന്നത്. അപ്പോൾ ഈ ആറ്റങ്ങളെ പറയുന്നതാണ് ഒരു ഗോൾ ആറ്റങ്ങൾ. അടുത്തതാണ് മോളിക്കുലാർ മാസും ഗ്രാം മോളിക്കുലാർ മാസും. മോളിക്കുലാർ മാസും ഗ്രാം മോളിക്കുലാർ മാസും. സ്വതന്ത്രാവസ്ഥയിൽ മൂലകങ്ങളും സംയുക്തങ്ങളും തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. സ്വതന്ത്രാവസ്ഥയിൽ മൂലകങ്ങളും സംയുക്തങ്ങളൊക്കെ തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞതാണ്. ഇനി താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ തന്മാത്രകളുടെ രാസസൂത്രവും മോളിക്കുലാർ മാസും തിരിച്ചറിഞ്ഞ് വിട്ടുപോയവ പൂർത്തിയാക്കുക. അപ്പോൾ ഇതിൻ്റെ ആറ്റോമിക മാസുകൾ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ 1, ഓക്സിജൻ്റെ 16, നൈട്രജൻ്റെ 14. അപ്പോൾ ഹൈഡ്രജൻ H2 രാസസൂത്രം എന്താണ്? H2 ആണ്. അപ്പോൾ 1+1 മോളിക്കുലാർ മാസ് എത്രയാണ്? 2. മോളിക്കുലാർ മാസ് 2 ആണ്. ഇനി ഓക്സിജൻ നമ്മൾ പറഞ്ഞു 16. ആറ്റോമിക മാസ് എത്രയാണ്? 16 എന്ന് പറഞ്ഞു. O2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 16 + 16 = 32. അടുത്തത് നൈട്രജൻ N2. നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? ആറ്റോമിക മാസ് എത്രയാണ്? 14 ആണ്. അപ്പോൾ മോളിക്കുലാർ മാസ് എത്രയാണ്? 14 + 14 = 28. അടുത്ത ജലത്തിൻ്റെ H2O പറഞ്ഞു നമ്മൾ. ഹൈഡ്രജൻ 1+1. ഹൈഡ്രജൻ 2 ആറ്റങ്ങളാണ്. പിന്നെ ഓക്സിജൻ ഒരാറ്റാണ്, അത് 16 ആണ്. അപ്പോൾ എത്ര മോളിക്കുലാർ മാസ് വരിക? 18 ആണ് വരിക. ഇനി അമോണിയ NH3 എങ്ങനെയാണ് വരിക? നൈട്രജൻ നമ്മൾ പറഞ്ഞു. നൈട്രജൻ്റെ ആറ്റോമിക മാസ് എത്രയാണ്? 14 ആണ്.
അപ്പോൾ 14 പ്ലസ് ഹൈഡ്രജൻ്റെ എത്രയാണ് 1 അപ്പോൾ 3 ഹൈഡ്രജൻ ഉണ്ട്. 14 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 17 വരിക. മോളിക്കുലാർ മാസ് എത്ര വരിക 17. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലേ. ആറ്റോമിക മാസ് തന്നാൽ മോളിക്കുലാർ മാസ് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ രാസസൂത്രം നോക്കിയാൽ അതിൽ തന്മാത്രകളുടെ എണ്ണം ഉണ്ടാവും. അതിനെ നമ്മൾ ആറ്റോമിക മാസ് കൊണ്ട് കൂട്ടിയാൽ എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. അപ്പോൾ തന്മാത്രകളുടെ എണ്ണത്തെ ആറ്റോമിക മാസ് കൊണ്ട് കൂട്ടിയാൽ, അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണത്തെ ആറ്റോമിക മാസ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ കൂട്ടിയാൽ ആറ്റോമിക മാസുകൾ എത്ര തന്മാത്രകളുണ്ടോ ആ എണ്ണം കൊണ്ട് അങ്ങനെ അത്ര തവണ കൂട്ടിയാൽ മോളിക്കുലാർ മാസ് കിട്ടും. ഇനി ഗ്ലൂക്കോസ് C16H12O6, സൾഫ്യൂരിക് ആസിഡ് H2SO4 എന്നിവയുടെ മോളിക്കുലാർ മാസ് എത്രയാണെന്ന് കണക്കാക്കുക. ഇപ്പോൾ ഇതിൻ്റെ ആറ്റോമിക് മാസ് C12 തന്നിട്ടുണ്ട്, H1 തന്നിട്ടുണ്ട്, O16, S32. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ എത്രയായിരിക്കും? C എന്ന് പറയുമ്പോൾ 12 6 തവണ 12. H എന്ന് പറയുമ്പോൾ 1 അപ്പോൾ 12. അപ്പോൾ 6 തവണ 12 പറയുമ്പോൾ എത്ര വരും? O എത്രയാണ് വരിക? O എന്ന് പറഞ്ഞാൽ 16 16 6 തവണ. അപ്പോൾ 6 തവണ 12, 12 തവണ 1, 6 തവണ 16. അപ്പോൾ എത്രയാണ് വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, മോളിക്കുലാർ മാസ് എത്രയാണെന്നുള്ളത്. ഇനി H2SO4 അതുപോലെ കണ്ടെത്താൻ. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിൻ്റെ അതിനെ ഗ്രാം ആറ്റോമിക മാസ് എന്ന് വിളിക്കും. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാം ആറ്റോമിക മാസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതുപോലൊരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായതും ആ പദാർത്ഥത്തെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയാം. അപ്പോൾ അതുപോലെ എന്താണ്, ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിൻ്റെ ഇതിനെ നമ്മൾ എന്ത് പറയും? ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാം മോളിക്കുലാർ മാസ്, GMM, ഗ്രാം മോളിക്കുലാർ മാസ്. മറ്റേത് ഗ്രാം ആറ്റോമിക മാസ്, GAM. അത് ഗ്രാം മോളിക്കുലാർ മാസും ഗ്രാം ആറ്റോമിക മാസും. തന്മാത്രകളുടെ എണ്ണം, മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും മാസും അതിലടങ്ങിയ തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? ചുവന്ന കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് പൂർത്തിയാക്കുക. ഇപ്പോൾ ഹൈഡ്രജൻ പറഞ്ഞു മോളിക്കുലാർ മാസ് 2. ഗ്രാമിലുള്ള മാസ് എത്രയാണ്? 2 ഗ്രാമാണ്. അപ്പോൾ 1 ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം 6.022 × 10⁻23 × H2 ആണ്. അതിലുള്ള തന്മാത്രകളുടെ എണ്ണം. അതുപോലെ ഓരോ കോളം നോക്കിയിട്ടും നമ്മളോട് നോട്ട് ചെയ്ത് വെക്കാനാണ്. ഈ കോളം നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടൊന്ന് ചെയ്തുകൊണ്ട് പൂരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിൽ കിട്ടും. ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുന്നു. ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുന്നു. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗാഡോ സംഖ്യക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാവും. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഏത് പദാർത്ഥത്തിൻ്റെ 1 ഗ്രാം മോളിക്കുലാർ മാസ് എടുത്താലും അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? അവഗാഡോ സംഖ്യക്ക് തുല്യമായിരിക്കും. അതിലുള്ള തന്മാത്രകളുടെ എണ്ണം എന്തായിരിക്കും? അവഗാഡോ സംഖ്യക്ക് തുല്യമായിരിക്കും. അപ്പോൾ 1 ഗ്രാം മോളിക്കുലാർ മാസുള്ള ഏത് പദാർത്ഥം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം എപ്പോഴും അവഗാഡോ സംഖ്യക്ക് തുല്യമായിരിക്കും. അതാണ് നമ്മൾ ഈ കോളത്തിൻ്റെ അവസാനം തന്മാത്രകളുടെ എണ്ണം എന്നുള്ളത് അവഗാഡോ സംഖ്യ കൊടുക്കുന്നത്.
ഇനി ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യമാണ് തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്? തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസാണ് ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. ഒരു മോൾ തന്മാത്രകൾ. ഒരു മോൾ തന്മാത്ര എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളെ ഒരു മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ അവഗാഡോ സംഖ്യയിലുള്ള ഈ ഒരു സംഖ്യയാണ് ഒരു മോൾ തന്മാത്ര എന്ന് വിളിക്കുന്നത്. അവഗാഡോ സംഖ്യ ഉള്ള തന്മാത്രകളെയാണ് ഒരു മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളെയാണ് നമ്മൾ ഒരു മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവഗാഡോ സംഖ്യയുള്ള ആ തന്മാത്രകളെയാണ് നമ്മൾ ഒരു മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. 6.022 ഇൻറ്റു 10⁻23 അളവിലുള്ള അല്ലെങ്കിൽ അതിലുള്ള തന്മാത്രകളെ നമ്മൾ എന്ത് വിളിക്കും? ഒരു മോൾ തന്മാത്രകൾ എന്ന് വിളിക്കും. 1 ഗ്രാം മോളിക്കുലാർ മാസ് സമം ഒരു മോളാണ്. അപ്പോൾ 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളാണ്. അപ്പോൾ 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? ഒരു മോളിന് തുല്യമാണ്. അപ്പോൾ ഒരു മോള് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവഗാഡോ സംഖ്യയാണ്. 6.022 ഇൻറ്റു 10⁻23ക്ക് തുല്യമാണ് ഒരു മോള് എന്നുള്ളത്. അപ്പോൾ ഒരു മോള് എന്നുള്ളത് അവഗാഡോ സംഖ്യക്ക് തുല്യമാണ്. അപ്പോൾ ഒരു മോള് എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഗ്രാം മോളിക്കുലാർ മാസിന് തുല്യമാണ്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, ഓർത്ത് വെക്കുക. വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധം. മർദ്ദവും താപനിലയിലും മാറിയില്ലെങ്കിൽ ഒരു മോൾ എന്ന ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നു. മോളാർ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മർദ്ദവും താപനിലയും മാറിയിട്ടില്ലെങ്കിൽ, ആ മർദ്ദവും താപനിലയും സ്ഥിരമായിട്ട് തന്നെ അതിൽ നിൽക്കുകയാണെങ്കിൽ, അത് മാറാതെ നിൽക്കുകയാണെങ്കിൽ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും, അപ്പോൾ ഏത് വാതകത്തിൻ്റെ ഒരു മോൾ എടുത്താലും, മർദ്ദവും താപനിലയും മാറാത്ത ഏത് വാതകത്തിൻ്റെ ഒരു മോൾ എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, മർദ്ദവും താപനിലയും മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു മോള് ഏതൊരു വാതകത്തിൻ്റെ ഒരു മോള് മർദ്ദവും താപനിലയും മാറാത്ത അവസ്ഥയിൽ ഏത് വാതകത്തിൻ്റെ ഒരു മോൾ എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം വ്യാപ്തവും തുല്യമായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ വ്യാപ്തം എന്ന് പറയുന്നത്. താപനില 273 കെൽവിന് ശേഷം മർദ്ദം ഒരു അന്തരീക്ഷ മർദ്ദവും 1 atm ആയി നിജപ്പെടുത്തിയാൽ ഏതൊരു വാതകത്തിൻ്റെയും 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകൾക്ക് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞു തരാണ് താപനിലയിൽ വരുമ്പോൾ വ്യാപ്തം എന്നുള്ളത് എത്ര വരും എന്നുള്ളതാണ്. അപ്പോൾ 273 കെൽവിൻ താപനിലയുള്ള ഒരു ATM മർദ്ദം എന്നിവയെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ STP എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ അഥവാ STP എന്ന് പറയുന്നത്? 273 കെൽവിൻ താപനിലയും അതുപോലെ ഒരു ATM മർദ്ദവും, ഒരു ATM യൂണിറ്റ് മർദ്ദവും 273 കെൽവിൻ താപനിലയുമുള്ള ആ ഒരവസ്ഥയെ വിളിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അഥവാ STPക്ക് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്താണ്? താപനില വേണ്ടത് 273 കെൽവിനും അതുപോലെ മർദ്ദം വേണ്ടത് ഒരു ATM മർദ്ദവുമാണ് വേണ്ടത്. അതായത് STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടാകും. ഇത് STPയിലെ മോളാർ വ്യാപ്തം എന്നറിയപ്പെടുന്നു. നമ്മൾ മോളാർ വ്യാപ്തം എന്താണെന്ന് പഠിച്ചു.
ഇനി എസ് ടി പിയിലെ മോളാർ വ്യാപ്തം എന്താണ്? എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാവും. അപ്പോൾ എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് വാതകം എടുത്താലും അതിൻ്റെ മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് എസ് ടി പിയിലെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നത്. എസ് ടി പി എന്ന് പറഞ്ഞാൽ എന്താണ്? 273 കെൽവിൻ താപനിലയും 1 അറ്റ്മോസ്ഫിയർ യൂണിറ്റ് മർദ്ദവുമാണ്. 1 ATM മർദ്ദം, 1 അറ്റ്മോസ്ഫിയറിക് യൂണിറ്റ് മർദ്ദവും 273 കെൽവിൻ താപനിലയുമുള്ള അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ളത്. എസ് ടി പി, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അഥവാ എസ് ടി പി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എസ് ടി പിയിൽ ഉള്ള മോളിക്കുലാർ മാസ് എത്രയാണ്? 22.4 ലിറ്ററാണ് എസ് ടി പിയിൽ മോളിക്കുലാർ മാസ്. ഏതൊരു വാതകം എടുത്താലും എസ് ടി പിയിലുള്ള മോളിക്കുലാർ മാസ് വരുന്നത് 22.4 ലിറ്റർ ആണ്. എസ് ടി പിയിൽ 1 മോൾ ഹൈഡ്രജൻ അതിൻ്റെ വ്യാപ്തം 22.4. അപ്പോൾ 1 മോൾ ഏത് വാതകം ആയിക്കോട്ടെ അതെടുത്താലും അതിൻ്റെ വ്യാപ്തം എസ് ടി പിയിൽ എപ്പോഴും 22.4 ലിറ്റർ ആയിരിക്കും. 22.4 ലിറ്റർ ആയിരിക്കും. ഇനി ഉള്ളൊരു സൂത്രവാക്യമാണ് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളിൻ്റെ എണ്ണം കാണാൻ എന്താണ് സൂത്രവാക്യം? എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളിൻ്റെ എണ്ണം കാണാനുള്ള സൂത്രവാക്യമാണ് എസ് ടി പിയിലെ വ്യാപ്തം ബൈ 22.4 ലിറ്റർ. അപ്പോൾ എസ് ടി പിയിലെ വ്യാപ്തം, എസ് ടി പിയിൽ എത്ര വ്യാപ്തം ഉണ്ട് എന്ന് ലിറ്ററിൽ അതിനെ എന്ത് ചെയ്യണം? 22.4 ലിറ്റർ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളിൻ്റെ എണ്ണം കിട്ടും. എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളിൻ്റെ എണ്ണം കിട്ടുന്നതിന് വേണ്ടി എസ് ടി പിയിലെ ആകെ വ്യാപ്തത്തെ എന്ത് ചെയ്യണം? നമ്മൾ എസ് ടി പിയിലെ മോളിക്കുലാർ വ്യാപ്തം കൊണ്ട് ഗുണിച്ചാൽ മതി. മോളിക്കുലാർ വ്യാപ്തം കൊണ്ട് അല്ലെങ്കിൽ ഗുണിച്ചാൽ ഹരിച്ചാൽ എന്ത് കിട്ടും? എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണത്തെ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിന് പഠന പ്രവർത്തനത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ സ്വയം ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് പുതിയൊരു മൊഡ്യൂളായിരിക്കും. അപ്പോൾ ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ആ ഒരു മൊഡ്യൂളുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.